പത്മരാജന്റെ ഏറ്റവും ശക്തമായ നമ്മളെ ശരിക്കും പിടിച്ചുലക്കുന്ന ഒരു ചെറുകഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സ്വയം. ഒരു ജീവിതകാലം മുഴുവനൊന്നും ആഗ്രഹിക്കാത്ത ഒരാൾക്ക് അവസാന കാലത്ത് തോന്നിയ വളരെ വിചിത്രമായ ഒരൊറ്റ ആഗ്രഹത്തിന്റെ കഥ. വാ, നമുക്കീ കഥയിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. കഥയുടെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, ചുട്ടുപൊള്ളുന്ന ഒരു നട്ടുച്ചയിലാണ്. അവിടെ വളരെ സാധാരണമായ ഒരു കാഴ്ച അങ്ങേയറ്റം അസാധാരണമായ ഒരു ചിന്തയ്ക്ക് തീ കൊടുക്കുകയാണ്. അവിടെ ഈ കഥയിലെ നമ്മുടെ പ്രധാന കഥാപാത്രം മൂത്തമ്മ എന്നൊരു പാവം സ്ത്രീ ആ കത്തുന്ന വെയിലത്ത് നിൽക്കുകയാണ്. ചുറ്റുമുള്ളതെല്ലാം ആ ചൂടില് വെന്തുരുകുന്നു. അപ്പോഴാണ് അതുവഴിയൊരു ശവമഞ്ചം പോകുന്നത്. 4 പേരുടെ തോളിലേറി മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കിക്കിടക്കുന്ന ആ ശരീരം കണ്ടപ്പോൾ മൂത്തമ്മയ്ക്ക് ദുഃഖമല്ല തോന്നിയത്, മറിച്ച് പറഞ്ഞറിയിക്കാനാവാത്ത ഒരുതരം അസൂയയാണ്. അവരറിയാതെ മനസ്സിൽ പറഞ്ഞുപോയി, ശവം ഭാഗ്യം ചെയ്തത്. അപ്പോ ഇതാണ് ഏറ്റവും രസകരമായ കാര്യം. മൂത്തമ്മയുടെ ആഗ്രഹം മരിക്കണമെന്നായിരുന്നില്ല, അല്ല. മറിച്ച് മരിച്ചവർക്ക് മാത്രം കിട്ടുന്ന ആ ഒരൊറ്റ അനുഭവം, അത് ജീവനോടെ അറിയണം. സ്വന്തം മക്കളുടെ തോളിലേറി ആകാശത്തേക്ക് നോക്കി ഒരു ശവമായി യാത്ര ചെയ്യണം. ശരി, അപ്പോ ഈ ഒരു ആഗ്രഹം ഇത് അവര് ചുറ്റുമുള്ളവരോട് പറയാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആർക്കും അത് ഉൾക്കൊള്ളാനേ പറ്റിയില്ല. കൂടെയുള്ള തങ്കി എന്ന ചെറുപ്പക്കാരിക്ക് അതൊരു തമാശയായിരുന്നു, ഒരു പരിഹാസം. എന്നാൽ സ്വന്തം മൂത്ത മകൻ അയ്യപ്പനോ, അവനിത് കേട്ടപ്പോൾ ഉറപ്പിച്ചു, അമ്മയ്ക്ക് ഭ്രാന്താണ്. അങ്ങനെ അവരുടെ ആഗ്രഹം പരിഹാസത്തിനും ഭ്രാന്തിനുമിടയിൽ എവിടെയോ ഒറ്റപ്പെട്ടുപോയി. സ്വന്തം മകന്റെ ആ ഒരൊറ്റ പ്രതികരണം, അമ്മച്ചിക്ക് വട്ട്, അത് വളരെ പെട്ടെന്നായിരുന്നു. അവളുടെ ഉള്ളിലെ ലോകവും പുറത്ത് കുടുംബം അവളെ കാണുന്ന രീതിയും തമ്മിൽ എത്ര വലിയൊരു വിടവുണ്ടെന്ന് ആ ഒരൊറ്റ വാചകം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു മാറ്റം വരുന്നത്. അവരുടെ ഇളയ മകൻ, കുറച്ചുകൂടി ഒരു കലാകാരനായ സുകുമാരൻ വീട്ടിലേക്ക് വരുന്നു. ചേട്ടനെ പോലെ ആയിരുന്നില്ല സുകുമാരൻ. ഒരു നാടക കലാകാരൻ കൂടി ആയതുകൊണ്ടാവാം അവൻ അമ്മയുടെ ആ അപേക്ഷയെ മറ്റാരും കേൾക്കാത്ത ഒരു ക്ഷമയോടെ, ഒരു മനസ്സോടെ കേട്ടിരുന്നു. ആ നിമിഷം സുകുമാരന് ഒരു കാര്യം കത്തി. ഇത് ഭ്രാന്തല്ല. ഒരു പക്ഷേ തന്റെ അമ്മച്ചി ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് മനസ്സു തുറന്ന് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമാണിത്. അങ്ങനെ അവൻ സമ്മതിച്ചു. പക്ഷേ ഒരു നിബന്ധനയുണ്ടായിരുന്നു. നാട്ടുകാരുടെ കളിയാക്കലും ചോദ്യം ചെയ്യലും ഒക്കെ ഒഴിവാക്കാൻ ഈ ചടങ്ങ് അർദ്ധരാത്രിയിൽ നടത്തണം. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് അതീവ രഹസ്യമായിട്ട്. അതായിരുന്നു അവർ തമ്മിലുണ്ടാക്കിയ ഉടമ്പടി. അങ്ങനെ ആ പാതിരാത്രി വന്നെത്തി. പിന്നെ നമ്മൾ കാണുന്നത് സാഹിത്യത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ, ഒരുപക്ഷെ സുറിയലിസ്റ്റിക്കായ ഒരു രംഗമാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ, അതും ആ ശവം തന്നെ ഓരോ നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട്. എല്ലാത്തിന്റെയും നിയന്ത്രണം മൂത്തമ്മയുടെ കയ്യിലായിരുന്നു. ആദ്യം പനയോല വെട്ടി സ്വന്തമായി ഒരു ശവമഞ്ചമുണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്റെ കണ്ണുകൾ തിരുമ്മി അടയ്ക്കൂ, കൈകാലുകൾ നേരെ നിവർത്തിവെക്കൂ എന്നവരോട് ആവശ്യപ്പെട്ടു. അതുകഴിഞ്ഞപ്പോൾ ആചാരങ്ങളിലേക്ക് കടന്നു. ശരീരത്തിൽ ഭസ്മവും ചന്ദനവും പൂശണം, തല വടക്കോട്ട് വെച്ച് വാഴയിലയിൽ കിടത്തണം, എന്നിട്ട് ആ പ്രത്യേക തുണികൊണ്ട് പുതപ്പിക്കണം. ഓരോന്നും അവർ കൃത്യമായി പറഞ്ഞുകൊടുത്തു. കണ്ടില്ലേ, ആ ഒരു ആധികാരികതയ്ക്ക് വേണ്ടി അവരെത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. വായിലെ വെറ്റില വെക്കുന്നതു മുതൽ തലയ്ക്കലും കാലിനരികിലും എണ്ണവിളക്ക് കത്തിക്കുന്നതും അവസാനം കാൽപ്പെരുവിരലുകൾ ഒരുമിച്ച് കെട്ടുന്നതുവരെ ഓരോ ചെറിയ കാര്യവും അവർക്ക് നിർബന്ധമായിരുന്നു. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു, ആ യാത്ര തുടങ്ങി. ഈ നിമിഷം മുതൽ കഥ 2 കാഴ്ചപ്പാടുകളിലായി 2 വഴികളിലൂടെ ഒഴുകാൻ തുടങ്ങുകയാണ്. മൂത്തമ്മയുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ആ യാത്ര ഒരു അതീന്ദ്രിയ അനുഭവമായിരുന്നു. നക്ഷത്രങ്ങൾ നിറഞ്ഞ അതിരുകളില്ലാത്ത ആ ആകാശം അവരെ മാടി വിളിക്കുന്നതുപോലെ, ഒരു പ്രപഞ്ചം മുഴുവൻ അവർക്കായി തുറന്നുവെച്ചതുപോലെ. പക്ഷേ താഴെ ആ മഞ്ചം ചുമക്കുന്ന മക്കളുടെ കാര്യമോ? അവർക്കതൊരു ഭാരമായിരുന്നു. ശാരീരികമായ അധ്വാനവും അമർഷം നിറഞ്ഞ പിറുപിറുക്കലുകളും. അമ്മയുടെ നിശബ്ദമായ ആനന്ദത്തിന് നേർവിപരീതമായിരുന്നു താഴെ നടന്നുകൊണ്ടിരുന്നത്. മൂത്തമ്മയ്ക്ക് ചുറ്റുമുള്ള ലോകം പതിയെ ഇല്ലാതാവുകയായിരുന്നു. പ്രപഞ്ചം തന്നെ അവരോട് മന്ത്രിക്കുന്നത് പോലെ അവർക്ക് തോന്നി. വാ, ഈ ആകാശത്തിലെ ഒരു മഷിത്തുള്ളിയായി മാറാം, വാ. ഒടുവിൽ അവർ ശ്മശാനത്തിലെത്തി. സുകുമാരൻ അമ്മയെ പതിയെ തട്ടി വിളിച്ചു. യാത്രയുടെ ക്ഷീണത്തിൽ അമ്മ ഉറങ്ങിപ്പോയെന്നാവും അവൻ കരുതിയത്. ഇതെന്തേരാ, ഉറങ്ങാ. അവർ ഒന്നുകൂടി കുലുക്കി നോക്കി. ഒരു പ്രതികരണവുമില്ല, ഒരു അനക്കവുമില്ല. ഭയം പിടിപ്പിക്കുന്ന ഒരു നിശ്ചലത അവരെ വന്ന് പൊതിഞ്ഞു.
കഥ ഒരു നിമിഷം ശ്വാസം പിടിച്ചു നിന്നു. പിന്നെ അവിടെ ഉയരുന്നത് സുകുമാരന്റെ ആ ഹൃദയം തകർന്ന നിലവിളി മാത്രമാണ്. ആ നിശബ്ദമായ ശ്മശാനത്തിൽ അത് അലയടിച്ചു, അമ്മച്ചി, അമ്മച്ചി. അവരുടെ വിധി എന്തായി എന്നൊരുത്തരം തരാതെ ഈ വിവരണം ഇവിടെ തീരുകയാണ്. ഈ കഥ നമ്മളെ ശരിക്കും ആഴത്തിലുള്ളൊരു ചോദ്യത്തിന് മുന്നിലാണ് കൊണ്ടുനിർത്തുന്നത്. നമുക്കൊരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ട ഒരാളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന്റെ യഥാർത്ഥ വിലയെന്താണ്? ഒരേ യാത്രയിൽ മൂത്തമ്മ പ്രപഞ്ചത്തോളം വളർന്നപ്പോ മക്കൾക്കതൊരു ഭാരം മാത്രമായി തോന്നി. നമ്മളെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിലെ ആഴങ്ങളെക്കുറിച്ചും ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ രഹസ്യത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണിത്.